നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഫീച്ചറാണ്. അധികം ആളുകൾക്ക് അറിയാത്ത രണ്ട് ഫീച്ചറാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ ഓരോ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനുകളും അല്ലെങ്കിൽ ഓരോ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ഏതെങ്കിലും ബഗ്, വൈറസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മാൾവെയർ അറ്റാക്കുകൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ അപ്ഡേറ്റ് ആപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാമെന്നൊരു സംഭവമുണ്ട്. അധികം ആൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ വളരെ നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറി പുതിയ അപ്ഡേറ്റിലാണ് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം. നമുക്ക് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ചില ആപ്പുകൾക്കൊക്കെ എന്തെങ്കിലും ബഗ്ഗായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ തന്നെ കണ്ടെത്തി, അത് സ്കാൻ ചെയ്ത് കണ്ടെത്തി അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നേരത്തെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു റിമൂവ് ചെയ്തൊന്നും നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും റിമൂവ് ആയി പോകുകയില്ല. അപ്പോൾ നമുക്ക് അത്തരത്തിൽ എങ്ങനെയാണ് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ കാണുന്നത് ആ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പം എബൌട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പം പ്ലേ സ്റ്റോർ വേർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിന് താഴെ ഒരു ബ്ലൂ ലെറ്ററിൽ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയി. ഇവിടെ കാണാൻ സാധിക്കും അണ്ടർസ്റ്റുഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് ആയി. ഇനി ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള, ജസ്റ്റ് അപ്ഡേറ്റ് ആക്കി കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് പല ആളുകളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് പ്ലേ സ്റ്റോറിലൂടെയാണ്. രാവിലെ നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള ഇൻ്റർനെറ്റ് നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നെറ്റെല്ലാം അങ്ങ് തീർന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തീർന്നതെന്ന് നമ്മൾ ഡാറ്റ യൂസേജിൽ പോയാൽ കാണാൻ സാധിക്കും. ഒന്ന് പ്ലേ സ്റ്റോർ ആയിരിക്കും. പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ഇപ്പോൾ 4, 5, 6 ആപ്പുകളൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അപ്ഡേറ്റ് വന്നായിരിക്കും. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ അപ്ഡേറ്റ് നമ്മൾ ചെയ്യേണ്ട പ്ലേ സ്റ്റോർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരു സെറ്റിങ്സിൽ അത്തരത്തിൽ പ്ലേ സ്റ്റോറിനോട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കി നമുക്കിത് ഓഫ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിന് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഏറ്റവും മുകളിൽ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്നുള്ളതാണ്. ഇതിനകത്താണ് നിങ്ങളുടെ സെറ്റിങ്സ് കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് മൊബൈൽ ഡാറ്റയിലിരിക്കെ നിങ്ങളുടെ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ആവും. അതായത് നമ്മൾ വൈഫൈയിലാണെങ്കിലും മൊബൈൽ ഡാറ്റയിലാണെങ്കിലും നിങ്ങളുടെ ഫോണിനകത്തേക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഏത് ആപ്പ് അപ്ഡേറ്റ് വന്നാലും, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് വന്നത് ചിലപ്പോൾ ഒരേ ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം 5, 10 ആപ്പുകൾ വരും. അങ്ങനെ അടുത്ത ദിവസം വേറെ 5, 6 ആപ്പുകൾ വരും. ഇങ്ങനെ ഓരോ ദിവസം ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്നുള്ള സെറ്റിങ്സിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം അപ്ഡേറ്റ് ഓവർ വൈഫൈ ഒള്ളി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈയിൽ എത്തുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം. അങ്ങനെ ചെയ്താൽ നമ്മൾ ഏതൊരു വൈഫൈ എത്തുന്ന സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. അങ്ങനെ അപ്ഡേറ്റ് ആകുമ്പോൾ മൊബൈൽ ഡാറ്റയിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല, വൈഫൈയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സുഹൃത്തിൻ്റെ അടുത്തുനിന്നോ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലുമൊക്കെ മൊബൈൽ ഹോട്ട്സ്പോട്ട് വാങ്ങാറുണ്ട്, മൊബൈൽ ഡാറ്റ ഷെയറിങ് വാങ്ങാറുണ്ട്. ഇങ്ങനെ ഷെയറിങ് വാങ്ങുന്ന സമയത്ത് നമ്മൾ വൈഫൈയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. നമുക്ക് ആരാണോ ഡാറ്റ ഷെയർ ചെയ്തത് അവരുടെ ഡാറ്റയൊക്കെ തീർന്നിട്ടുണ്ടാവും. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈയിൽ എത്തുമ്പോൾ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പും ഒരു സമയത്തും അപ്ഡേറ്റ് ആകില്ല. മൊബൈൽ ഡാറ്റയിലായാലും വൈഫൈയിലായാലും അപ്ഡേറ്റ് ആകില്ല. പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ആപ്പുകളും പ്ലേ സ്റ്റോറിൽ ചെന്ന് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾ വൈഫൈ ഒള്ളി എന്നുള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. ഏറ്റവും മുകളിൽ കാണുന്ന അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്നുള്ളിടത്താണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലുള്ള സമയത്തും നിങ്ങളുടെ ആപ്പുകൾ അപ്ഡേറ്റ് ആകും. അപ്പോൾ ഏറ്റവും മികച്ചത് ഏറ്റവും അവസാനം കാണുന്ന ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആപ്പുകളൊന്നും അപ്ഡേറ്റ് ആകില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിനായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.